UDF-നെതിരെ സിറോ മലബാർ സഭ വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം കോൺഗ്രസിന്റെ മതേതര മുഖം നഷ്ടമാക്കിയെന്ന് സഭാ പ്രസിദ്ധീകരണത്തിൽ വിമർശനം. കോൺഗ്രസ് ലീഗിന് കീഴടങ്ങിയെന്നും സത്യദീപം മാസികയിലെ ലേഖനത്തിലൂടെ സഭ വിമർശിച്ചു. സർക്കാരിന് അനുകൂലമായ പൊതുവികാരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വിജയത്തിന് കാരണമെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സിറോ മലബാർ സഭയ്ക്ക് കീഴിലെ എറണാകുളം അങ്കമാലി അതിരൂപത പ്രസിദ്ധീകരണമായ സത്യദീപത്തിലാണ് UDF-നെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയത് ക്രൈസ്തവ വോട്ടുകൾ ചോരാനിടയാക്കിയെന്ന് ലേഖനത്തിൽ പറയുന്നു. വർഗീയ കക്ഷികളുമായുള്ള ബാന്ധവം കോൺഗ്രസിന്റെ മതേതര മുഖം നഷ്ടമാക്കിയെന്ന തോന്നലിന് കാരണമായി. കോൺഗ്രസ് ലീഗിന് കീഴടങ്ങിയെന്ന് പൊതുവിൽ വിമർശനമുയർന്നതായും സത്യദീപത്തിന്റെ എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടി വീണ്ടും ചുവടുമാറുമ്പോൾ UDF-ന്റെ രാഷ്ട്രീയ ദിശാഗതികളുടെ ലീഗ് ഗ്രഹണം ഏറെക്കുറെ പൂർണ്ണമാകുമെന്ന രാഷ്ട്രീയ നിരീക്ഷണം പ്രധാനപ്പെട്ടതാണെന്നും ലേഖനത്തിൽ പറയുന്നു. ക്രൈസ്തവ സഭകൾ പ്രതികൂല നിലപാട് സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് UDF നേരത്തെ വിലയിരുത്തിയിരുന്നു. ഇതേ തുടർന്ന് സഭകളുടെ തെറ്റിദ്ധാരണ നീക്കാൻ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി രംഗത്തിറങ്ങുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി അരമനകളിൽ കയറി സഭാധ്യക്ഷന്മാരെ സന്ദർശിച്ച് തെറ്റിദ്ധാരണ നീക്കാൻ കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചെങ്കിലും അത് ഫലം കണ്ടില്ലെന്നാണ് സത്യദീപത്തിലെ വിമർശനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. സാമ്പത്തിക സംവരണ വിഷയത്തിലടക്കമുള്ള കടുത്ത വിയോജിപ്പാണ് മുസ്ലിം ലീഗ് അപ്രമാദിത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന UDF-ൽ നിന്ന് സഭയെ അകറ്റുന്നത്. BJP-യെയും സത്യദീപത്തിലെ ലേഖനത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. കേരളത്തിൽ BJP-യുടെ മതേതര മമത കാപട്യമാണെന്നും BJP-യുടെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചുവെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം സർക്കാർ അനുകൂല വികാരമാണ് LDF വിജയത്തിന് ആധാരമായതെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.